രാവിലെ തന്നെ മോൾക്ക് ഇതാ പാലൊക്കെ കൊടുത്തിട്ട് ഒന്ന് തട്ടി ഗ്യാസ് കളയുകയാണ് കേട്ടോ. ഇവള് ഉണർന്നിരുന്നാൽ മാത്രമേ ഗ്യാസ് പോവുള്ളൂ, ഉറങ്ങുവാണെങ്കിൽ പോവത്തേ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവൾ ഉണർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ചെറുതായിട്ടും തട്ടി വിട്ടിട്ട് പിന്നെ നെഞ്ചത്തോട് കുറച്ച് നേരം ചേർത്ത് പിടിക്കുമ്പോൾ തന്നെ ഗ്യാസ് അങ്ങ് പോവും. ഒരുപാടിട്ട് കുഞ്ഞിനെ ഇട്ട് ഇങ്ങനെ മുതുകത്തിട്ട് തട്ടേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ. പക്ഷെ ഞാൻ ഹെൽത്തിൽ പോയപ്പോൾ ഗ്യാസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ നന്നായിട്ട് തട്ടി കാണിച്ചു, അതും വലിയ സൗണ്ടിൽ കേട്ടോ. എനിക്കങ്ങനെ തട്ടാനൊക്കെ പേടിയാണ്, അതുകൊണ്ട് ഞാൻ പതുക്കെ തട്ടി കൊടുക്കാറുള്ളൂ. അച്ചോ എന്നെ കച്ചാ അച്ഛാ വിളി അങ്ങോട്ട് എഴുന്നേക്കാൻ പറ, അങ്ങോട്ട് എഴുന്നേക്കാൻ പറ, അങ്ങോട്ട് പടയുടെ എഴുന്നേക്ക്, അങ്ങോട്ട് എഴുന്നേക്ക്, അങ്ങോട്ട് എഴുന്നേക്ക് അച്ഛാ, എന്നെ കളിപ്പിച്ചാൽ മതി. എന്ത് ചവിട്ടണം, എന്ത് ചവിട്ടുന്നേ? അവിടെ ചുണ്ടിരിക്കണ എന്ത് ചവിട്ടണേ? ഇവിടെ കിടന്നോണേ, ഇവിടെ കിടന്നോണേ, അവിടെ ചുണ്ടത് ഇവിടെ കിടന്നോണേ കേട്ടോ. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ മോളടുത്ത് കുറച്ച് നേരം ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ എന്തോ ഭയങ്കര ഒരു പോസിറ്റീവാണ് അന്നത്തെ ദിവസം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവളോട് കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്താ പല്ലിയേക്കാനൊക്കെ എഴുന്നേറ്റ് വന്നെയാണ്. ഞങ്ങളിപ്പോൾ എഴുന്നേക്കും ഒരു 10, 10:30, 11 മണിയൊക്കെ ആവും കേട്ടോ. രാത്രിയിൽ ഒരുപാട് ലേറ്റായിട്ടാണല്ലോ കിടന്ന് ഉറങ്ങാറുള്ളത്. മോൾ ഉറങ്ങിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഉറങ്ങാറുള്ളത്. അങ്ങനെ ഇവിടെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിൽ ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അതായത് ചിക്കൻ കറി അടുപ്പത്തുണ്ട്, അതിൻ്റെ കൂടെ കുറച്ച് ബീഫ് ഫ്രൈക്ക് വേണ്ടിയിട്ട് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതും അടുപ്പത്താക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. രണ്ടും അടുപ്പത്തുണ്ടായിരുന്നു. ഇത് നമ്മളാണെങ്കിൽ കുഞ്ഞിനെ അന്ന് പഴുതാര കടിച്ചില്ലേ, ആ ദിവസം കുഞ്ഞൻ പോയി മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇതൊക്കെ വെക്കാമെന്നും പറഞ്ഞിട്ടൊക്കെ അമ്മ എല്ലാം റെഡിയാക്കിയൊക്കെ, അതായത് എല്ലാം എടുത്ത് വെച്ചിരുന്നപ്പോഴാണ് മോൾക്ക് ഇതോട്ട് മറ്റേ പാറോലി, അതായത് പഴുതാര കടിച്ച് ഹോസ്പിറ്റലായത്. അതിനുശേഷം പിന്നെ ഒന്നും വെക്കാനുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എല്ലാവരും ഹോസ്പിറ്റലും ബഹളവും പിന്നെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് പിന്നെ അന്നത്തെ ദിവസം ഇല്ല. അതിൻ്റെ പിറ്റേന്ന് നമുക്ക് ഈ ഒരു കാര്യമൊക്കെ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് ഒന്നും എടുക്കാനൊന്നും മനസ്സിൽ വന്നില്ല. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ. ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അങ്ങനെ ഞാൻ പിന്നെ പല്ലൊക്കെ തേച്ചു. അപ്പോഴത്തേക്ക് പല്ല് വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ പിന്നെ നെയ്ച്ചോറ് കുഞ്ഞൻ പറഞ്ഞു നെയ്ച്ചോറ് വേണമെന്ന്. അത് കുറേ ദിവസം കൊണ്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ അമ്മ പിന്നെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ എന്നാൽ കഴിക്കാമെന്ന് കരുതി. അപ്പോഴേക്കും മോള് പിന്നെ കരയാൻ തുടങ്ങി. പിന്നെ അവളെ ഞാൻ കയ്യിലെടുത്തുകൊണ്ട് വന്നിട്ട് എന്നാൽ കഴിക്കാമെന്ന് കരുതി. അപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിലായതുകൊണ്ട് അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കാനും പറ്റത്തില്ലല്ലോ. അങ്ങനെ പിന്നെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു. സാമ്പാർ കുഞ്ഞിന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രാവിലത്തെ കറി അമ്മ പിന്നെ കുറച്ച് കുഞ്ഞിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞു ഇനി എടുക്ക്, ബാക്കി ഞാൻ പിന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് പിന്നെ അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയിട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വന്ന് മോൾക്ക് കുറച്ച് പാലും കൂടെ കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ കയ്യിൽ ഞാൻ തട്ടാൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ വന്നപ്പോഴത്തേക്ക് അമ്മ അടുക്കളയിൽ നമ്മുടെ നെയ്ച്ചോറിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി നെയ്ച്ചോറും ആക്കാൻ പോകുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ ഓടി വന്ന് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്കാണ് ഈ ഡ്രസ്സ് കണ്ടത് കേട്ടോ. കുഞ്ഞുടുക്കും അക്കോബൻ ഞാനാണ് എല്ലാം ഫസ്റ്റ് വെച്ച് നോക്കുന്നത്. കണ്ടോ എങ്ങനെയുണ്ട്? ഓ നിച്ചറുണ്ടേ, നോക്കുന്നു നിച്ചറുണ്ടേ ഞങ്ങൾക്ക് നല്ല സോഫ്റ്റ്. 6-9 months. ഈ ഒരു ഡ്രസ്സ് നമ്മൾ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതിൻ്റെ അന്ന് കിട്ടിയതാണ് കേട്ടോ. അപ്പുറത്തെ ചേച്ചി കൊണ്ട് തന്നെയാണ്. അന്ന് നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ കാണാനൊന്നും പറ്റിയില്ല മോളെ. ഞാൻ പിന്നെ വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത് അവിടെ ഡ്രസ്സ് ഇരിപ്പുണ്ട് എന്ന്. പിന്നെ എടുത്ത് നോക്കിയതാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ട് 2 ഡ്രസ്സാണേ. മോൾക്കാണെങ്കിൽ ഒരുപാട് കുഞ്ഞുടുപ്പുകൾ കിട്ടി. ഇതെല്ലാം കൂടെ എവിടെ വെക്കുമെന്നാണ് എനിക്കറിയാൻ മേലാത്തത്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറൊക്കെ സെറ്റായിട്ട് ഇരിപ്പുണ്ട്. ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. വിശപ്പിൻ്റെ ഒരു വിളിയൊക്കെ വന്ന് തുടങ്ങി. അല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു വിശപ്പിൻ്റെ വിളി പെട്ടെന്ന് തന്നെ ഉണ്ടാവുമല്ലോ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെയാണോ അല്ലയോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറൊക്കെ ആയിട്ടുണ്ട്. നമ്മളിത് പൊന്നേരിയിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് അതിന് വേണ്ടി അരിയൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എനിക്ക് വേണ്ടി ചിക്കൻ ഫ്രൈയും കൂടെ ആക്കിയിട്ടുണ്ടായിരുന്നു. ബീഫ് അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ നമുക്കൊരു മെനു തരും കേട്ടോ, നമുക്ക് കഴിക്കേണ്ട ഫുഡിൻ്റെയൊക്കെ. ഡയറ്റീഷ്യൻ വന്നിട്ട് അതിനകത്ത് ബീഫ് എനിക്ക് കഴിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല, ചിക്കനും മീനും ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിക്കൻ കുറച്ച് കഴിക്കും, പക്ഷെ ബീഫ് ഞാൻ ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല. ബീഫ് എത്ര മാസം തൊട്ട് കഴിക്കാം എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതാ എനിക്കതുകൊണ്ട് അമ്മ 2 ചിക്കൻ എനിക്ക് വറുത്ത് തന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ നമ്മൾ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിന്നെ കുഞ്ഞനൊക്കെ ബീഫ് ഫ്രൈയും ഒക്കെ ആയിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നാളായി നെയ്ച്ചോറ് കഴിച്ചിട്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇതിന് മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറും. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് നെയ്ച്ചോറും പിന്നെ ചിക്കൻ ചുക്ക ഉണ്ടാക്കിയായിരുന്നു. എന്തൊരു ടേസ്റ്റാണ് ചിക്കൻ ചുക്ക, അടിപൊളിയാണ് കേട്ടോ. ഒരു വട്ടം നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ നെയ്ച്ചോറിൻ്റെ കൂടെ നമുക്ക് ചിക്കൻ കറിയേക്കാളും ചിക്കൻ ചുക്ക ഉണ്ടാക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അങ്ങനെ എന്താ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവിടെ മോൾ ഉണർന്ന് കരയാൻ തുടങ്ങി. പിന്നെ ഞാൻ അങ്ങോട്ട് വന്നിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്നിട്ടാണ് കേട്ടോ ഫുഡ് കഴിച്ചത്. മിക്ക ദിവസം ഇങ്ങനെയൊക്കെയാണ്. ഒന്നെങ്കിൽ ഞങ്ങൾ 3 പേരും കൊണ്ടിരിക്കുമ്പോൾ അവൾ കഴിക്കാൻ അങ്ങോട്ട് എടുത്തിട്ട് വായിലോട്ട് വെക്കുമ്പോൾ അവൾ കരയാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മിക്കപ്പോഴും 3 പേരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കാറില്ല കേട്ടോ. അമ്മ പറയും നിങ്ങൾ കഴിച്ചിട്ട് വാ, അതിനുശേഷം ഞാൻ കഴിക്കാമെന്നും പറഞ്ഞിട്ട് അമ്മ കഴിക്കാണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചിട്ടാണ് പിന്നെ അമ്മ കഴിക്കുന്നത്. ഇവൾ ഉണർന്ന് കിടക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ആൾ കിടന്ന് കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ആരെങ്കിലും അടുത്ത് വേണം കേട്ടോ. നമ്മൾ അങ്ങോട്ട് മാറിയെന്ന് അറിയുവാണെങ്കിൽ ഇവൾക്ക് ഭയങ്കര സങ്കടമാണ്. വിങ്ങി വിങ്ങി പൊട്ടിക്കരയോ, എനിക്കാരും ഇല്ലാത്ത പോലെയുള്ള രീതിയിൽ കരയും കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ടിരുന്നപ്പോഴത്തേക്ക് നമുക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ഇങ്ങനെ ആട്ടിയാട്ടിയിരുന്ന നല്ല സുഖം. അച്ഛ ജോലിക്ക് കാണാൻ പോകുമ്പോൾ അറിയാം, ഞാനിങ്ങനെ ആട്ടത്തില്ലേ. അങ്ങനെ ഫുഡ് കഴിച്ച് കുറച്ച് നേരം കഴിയുമ്പോഴേക്ക് വേദന നന്നായിട്ട് കൂടി വരുന്നുണ്ടായിരുന്നേ നെഞ്ചത്ത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഓവർ ഫീഡിങ് കാരണം പാല് കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പോഴും നല്ല കട്ടിയായിട്ടിരുന്നിട്ട് ഭയങ്കര വേദനയാണ്. അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോഴത്തേക്ക് അവർ പിഴിഞ്ഞ് കുറച്ച് മാറ്റി കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പിഴിയാൻ പറ്റത്തില്ല, ഭയങ്കര വേദന കേട്ടോ. അതുകൊണ്ടായിരുന്നു ഞാൻ പിന്നെ മാനുവലിൻ്റെ ബ്രസ്റ്റ് പമ്പ് മേടിച്ചത് തന്നെ. അതെനിക്ക് മേടിച്ച സമയത്തും എനിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അത് ഒന്ന് പതുക്കെ വേണം ചെയ്യാൻ കേട്ടോ. ഓവർ സ്പീഡായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഞ്ചിന് നല്ല വേദന ഉണ്ടാവും. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എടുത്ത് പറഞ്ഞത് പതുക്കെ മാത്രമേ ചെയ്യാവൂ. പരട്ടി കൊടുക്കാൻ അവിടെ വെച്ച് നമ്മളെ ഫുള്ള് വാഷ് ചെയ്തിട്ട് പരട്ടിയായിരുന്നല്ലോ. അത് ഒരു വട്ടമല്ലേ പരട്ടിയുള്ളൂ? എന്തുവാ അന്ന് പരട്ടിയതോ? അല്ല, പിന്നെ വൈകിട്ട് ഞാൻ പരട്ടി കൊടുത്തായിരുന്നു. 2 നേരം പരട്ടണോ? അവര് പറഞ്ഞായിരുന്നു. ഇന്നലെയും പരട്ടിയായിരുന്നു രാവിലെ. അവര് മറ്റേ മരുന്ന് നോക്കാൻ വന്നതിന് ശേഷം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു പരട്ടി കൊടുക്കണേ. കുറച്ച് കഷ്ടം, എന്തൊരു വേദനയായിരുന്നു നല്ല കുഞ്ഞിന്. അരക്ക് വരുന്നായിരിക്കുമല്ലേ. ആശ്വാസമൊക്കെ വരുന്നിടത്തും ഈ കൊതുവൊക്കെ കുത്തുന്ന ഇതെന്തോ തടിച്ചിരിക്കുന്നത് ഒക്കെ ഇട്ട് കൊടുക്കാം. ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞാലും ആ ഒരു പഴുതാര കടിച്ച, അതായത് ആ ചുവന്ന് കിടന്ന ഭാഗത്ത് ഇതോടെ ലോഷൻ പുരട്ടി കൊടുക്കണേന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു 4-5 ദിവസം അടുപ്പിച്ച് പുരട്ടി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള രാവിലെയും വൈകിട്ടൊക്കെ ഇങ്ങനെ പുരട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കാണിച്ച ലോഷൻ നല്ല ലോഷനാണ് കേട്ടോ. ഈ കുഞ്ഞുമക്കളുള്ളവരൊക്കെ വീട്ടിൽ വാങ്ങിച്ചു വെക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ്. റാഷസ് ഉണ്ടാകുമ്പോഴും, അതായത് നമുക്കിടെ ഡയപ്പർ റാഷസ് ഉണ്ടാവത്തില്ലേ, കുരുക്കൾ പോലെ വരികയോ ഒക്കെ ചെയ്യുവാണെങ്കിൽ ഇത് പുരട്ടി കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് മാറും. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ, അതായത് റാഷസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് പുരട്ടി കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ ഡയപ്പറൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് നല്ലൊരു സാധനമാണ്. കയ്യിൽ വാങ്ങിച്ച് വെച്ചു കേട്ടോ. ചെറുതായിട്ട് കുരുപ്പോള് പോലെ ഇങ്ങനെ വന്ന് തുടങ്ങുമ്പോഴേ അവർക്കത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ പൊട്ടിയോ ചുമന്നോ അങ്ങനെയൊന്നും വരത്തിയൊന്നും ഇല്ല. ചെറുതായിട്ട് ചുമപ്പടിക്കുമ്പോഴേ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ ഈ കൊതു കുത്തുന്ന സമയത്ത് ഇങ്ങനെ ചുമന്ന് ഇങ്ങനെ തടിച്ച് കിടക്കുമല്ലോ, അപ്പോഴും നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേറെ ഇങ്ങനെ ചൊറിച്ചിലോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് കുഞ്ഞിന് കൊതു കുത്തുമ്പോഴോ അങ്ങനെ ചുമപ്പ് ഇങ്ങനെ ദേഹം ചുമന്ന് കിടക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം അത്യാവശ്യമായിട്ട് വാങ്ങിച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്മ പിന്നെ ചായയും അവൽ നനച്ചതും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു സിനിമയും കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ 3 പേരും കൂടി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കുള്ളൂ ടെറേസ്.